അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. DAVP, ഡയറക്ടറേറ്റ് ഓഫ് അഡ്വർടൈസിങ് ആൻഡ് വിഷ്വൽ പബ്ലിസിറ്റി. ഇറ്റ്സ് ഫങ്ഷൻ ഇൻക്ലൂഡ് റിലീസ് ഓഫ് ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ്, ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെൻറ്റ്, പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോസ്റ്റേഴ്സ്, ബോർഡ്സ്, ഫോൾഡേഴ്സ്, പാംപ്ലെറ്റ് എക്സെട്ര. അതായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റിലീസ് ആൻഡ് ഡിസ്പ്ലേ. റിലീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നു. എന്തൊക്കെയാണ് അഡ്വർടൈസ്മെൻറ്റുകൾ, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ, പിന്നെ അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോസ്റ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ബോർഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫോൾഡേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പാംപ്ലെറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇറ്റ് സെലക്ട് ദ ന്യൂസ് പേപ്പേഴ്സ് ഫോർ ഗവൺമെൻറ് അഡ്വർടൈസ്മെൻറ്റ്. അതിന് ഗവൺമെൻറ്റിൻ്റെ പ്രസിദ്ധീകരണത്തിന് വേണ്ടി ഏതൊക്കെ ന്യൂസ് പേപ്പേഴ്സിൽ ഗവൺമെൻറ് പരസ്യങ്ങൾ കൊടുക്കാമെന്ന് സെലക്ട് ചെയ്യുന്നു. ദ സ്പീച്ചസ് ഓഫ് പ്രൈം മിനിസ്റ്റർ മെയ്ഡ് ഇൻ ദ പ്രിൻറ്റ് ഫോം ആൻഡ് സെൻഡ് ദ സെയിം ടു ദ മീഡിയ ഫോർ പബ്ലിസിറ്റി. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ സംസാരിക്കുന്നത് അല്ലെങ്കിൽ സ്പീച്ച് ചെയ്യുന്നത് അതിനെ പ്രിൻറ്റ് ഫോമിലാക്കിയിട്ട് പത്രമാധ്യമങ്ങളിലൂടെ എത്തിക്കുന്നു. ഇതെല്ലാം DAVP ചെയ്യുന്ന ഡ്യൂട്ടിയാണ്. 6th one, films division. Another important machine of publicity for Indian masses is cinematographic films. They have great importance for the masses. അല്ലേ, ഫിലിംസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ത്രൂ ദം പീപ്പിൾ ആർ അക്വിൽഡ് വിത്ത് എ ഗ്രേറ്റ് ഈവൻ ഹാപ്പിനെസ് ഇൻ ദ കൺട്രി ആൻഡ് അബ്രോഡ്. അല്ലേ, ഇപ്പോൾ ഫിലിം ഡിവിഷനിലൂടെ രാജ്യത്ത് അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്നു. ദ ഗവൺമെൻറ് പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് മേക്സ് ഫുൾ യൂസ് ഓഫ് ദീസ് ഫിലിം. അപ്പോൾ ഈ ഫിലിമെല്ലാം പബ്ലിഷ് ചെയ്യുന്നത് ഏതാണ്? ഗവൺമെൻറ് പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റാണ്. ദിസ് ഡിവിഷൻ പ്രൊഡ്യൂസസ് ഷോർട്ട് ഡോക്യുമെൻ്ററി ഫിലിം ആൻഡ് ഇൻസ്ട്രക്ഷണൽ ഫിലിംസ് ആൻഡ് ന്യൂസ് റീൽസ്. ഇപ്പോൾ ഡോക്യുമെൻ്ററി ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ ഇൻസ്ട്രക്ഷണൽ ഫിലിംസ്, അതുപോലെ ന്യൂസ് റീലുകളെല്ലാം ഫിലിംസ് ഡിവിഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സെൻസസ്. നമുക്കറിയാം, ഒരു ഫിലിം നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ ആദ്യം സെൻസസ് ബോർഡിൻ്റെ കീഴിലേക്ക് വരുന്നു, അല്ലേ. അപ്പോൾ അവർ അപ്രൂവൽ കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഫിലിം എന്ത് ചെയ്യാൻ പറ്റൂ, കാണാൻ സാധിക്കൂ. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1952. അപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സെൻസസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വിച്ച് ഇയർ? 1952, 1952. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 1 ചെയർമാൻ ആൻഡ് അതർ മെമ്പേഴ്സ്. ഇപ്പോൾ ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും, പിന്നെ അതുപോലെ തന്നെ അതർ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ദ മെമ്പേഴ്സ് ആർ ചൂസൺ ഫ്രം ദ പീപ്പിൾ അസോസിയേറ്റഡ് വിത്ത് കൾച്ചറൽ ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ്. അപ്പോൾ അതിലെ മെമ്പേഴ്സിനെ ചൂസ് ചെയ്യുന്നത് ഏതിൻ്റെ ബേസിലായിരിക്കും? കൾച്ചറൽ ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ്. ഇപ്പോൾ കൾച്ചറൽ പ്രോഗ്രാമിലും അതുപോലെ തന്നെ സോഷ്യൽ ആക്ടിവിറ്റീസിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വ്യക്തികളെ ആയിരിക്കും ഇതിലെ മെമ്പേഴ്സായിട്ട് ചൂസ് ചെയ്യാം. ദ സെൻസർ ബോർഡ് ഡിസൈഡ് ദ ടൈപ്പ് ഓഫ് പിക്ചർ ടു ഷോൺ ടു ദ പീപ്പിൾ. ഇപ്പോൾ ജനങ്ങളിലേക്ക് ഈ പിക്ചർ എത്തണോ വേണ്ടയോ എന്നവർ തീരുമാനിക്കുന്നു. ഇറ്റ് എക്സാമിൻ ആൾ ദ ഫിലിംസ് ആൻഡ് ക്യാൻ സെൻസർ എനി ഫിലിം ഓൺ പാർട്ട് ഓഫ് ഇറ്റ്. 8th one, research and reference division. The research and reference division undertakes research regarding publicity. ഇനി റിസർച്ച് ആൻഡ് റെഫറൻസ് ഡിവിഷൻ എന്താണ് അണ്ടർടേക്ക് ചെയ്യുന്നത്? റിസർച്ച് റിഗാർഡിംഗ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് റിസർച്ചാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്? ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻസ് ഓഫ് ഹിസ് കൺക്ലൂഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ് ടു ദ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോഗ്രാമിനെ പറ്റി അല്ലെങ്കിൽ ഇൻഫർമേഷൻസിനെ പറ്റി അവർ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുകയും അതുപോലെ തന്നെ റെഫറൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ദീസ് പ്രിൻസിപ്പിൾസ് ആർ ദ ഗൈഡ് ലൈൻസ് ഫോർ ഫ്യൂച്ചർ പ്രോഗ്രാംസ് ഓഫ് ദ ഗവൺമെൻറ്. അപ്പോൾ ഈ അവർ പറയുന്ന തത്വങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് ഗൈഡ് ലൈൻസ് കിട്ടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഫ്യൂച്ചർ പ്രോഗ്രാമിംഗ് ഓഫ് ദ ഗവൺമെൻറ്റിൻ്റെ മുന്നോട്ടുള്ള പ്രോഗ്രാമുകൾക്ക് വേണ്ടി. ഇറ്റ് അണ്ടർടേക്ക് റിസർച്ചസ് ഓൺ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് റൈസ്ഡ് ബൈ ദ ഇൻഫർമേഷൻ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് ഓർ അതർ മിനിസ്ട്രീസ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ആ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാമെന്ന് റിസർച്ച് കണ്ടക്ട് ചെയ്യുകയും ഫ്യൂച്ചറിൽ ഇനി അങ്ങനെയുള്ള പ്രോഗ്രാം ഉണ്ടാകാതിരിക്കാനും അവർ ശ്രദ്ധിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ, ഓഫീസ് ഓഫ് ദ രജിസ്ട്രാർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഫോർ ഇന്ത്യ. ആൻഡ് ദിസ് ഓഫീസ് മെയിൻറ്റെയിൻ ദ സ്റ്റാറ്റിക്സ് ഓഫ് ആൾ ന്യൂസ് പേപ്പേഴ്സ് പബ്ലിഷ്ഡ് ഇൻ ദ കൺട്രി. അപ്പോൾ ഈ ഓഫീസ് ഓഫ് ദ ന്യൂസ് പേപ്പേഴ്സ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഓഫീസ് ഓഫ് ദ രജിസ്ട്രാർ ഓഫ് ദ ന്യൂസ് പേപ്പേഴ്സ് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ ന്യൂസ് പേപ്പറിനെ പറ്റിയുള്ള സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കുക. അത് നെക്സ്റ്റ് പബ്ലിക്കേഷൻ, അതിൻ്റെ പ്രൈസ്, അതിൻ്റെ ഓണർഷിപ്പ് ആൻഡ് ത്രൂ ദീസ് സ്റ്റാറ്റിക്സ് ഇറ്റ് വാലിഡ് അച്ചീവ്മെൻറ്റ് പബ്ലിസിറ്റി. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് പബ്ലിസിറ്റിയുടെ അച്ചീവ്മെൻറ്റിനെ അവർ വിലയിരുത്തുന്നു. നെക്സ്റ്റ് വൺ, 5-year plans for publicity division. Its duty is to make available all information regarding different aspects of 5-year plans. ഇനി 5-year പ്ലാൻസിൻ്റെ അല്ലെങ്കിൽ ഓരോ 5-year പ്ലാൻസിൻ്റെയും ആസ്പെക്റ്റിനെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഓരോന്നിൻ്റെയും
ലക്ഷ്യത്തെപ്പറ്റി ജനങ്ങളിലെത്തിക്കുന്നു. ആൻഡ് ദ ഓൾ സൈഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി ഡിപ്പെൻഡ്സ് അപ്പോൺ ദീസ് പ്ലാൻ. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനം എന്ന് പറയുന്നത് ഏതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് 5 year പ്ലാൻസിനെ. ആൻഡ് വിത്തൗട്ട് കോപ്പറേഷൻ ഓഫ് ദ പീപ്പിൾ നോ ഡെവലപ്മെൻറ്റ് ക്യാൻ ബി സക്സീഡഡ്. അപ്പോൾ ജനങ്ങളുടെ പിന്തുണ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ സഹകരണം ഇല്ലെങ്കിൽ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതികളും എന്ത് ചെയ്യത്തില്ല, വിജയിക്കാൻ കഴിയില്ല. നെക്സ്റ്റ് വൺ, Indian Institute of Public Relations. It was established on August 17, 1965 at New Delhi. ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് റിലേഷൻസ് ഓർഗനൈസ് ചെയ്തത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത് 1965 ഓഗസ്റ്റ് മാസം 17 ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. It is run and governed by an executive board subordinate to the Information and Broadcasting Ministry. ഇപ്പോൾ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ കൺട്രോളിലുള്ള ഒരു എക്സിക്യൂട്ടീവ് ബോർഡാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. The chief purpose of this institute is to study and find out the possibilities through which the intention of the government can be effectively transmitted to the people. ഇപ്പോൾ നമ്മുടെ ഈ പബ്ലിക് അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് റിലേഷൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ടു സ്റ്റഡി ആൻഡ് ഫൈൻഡ് ഔട്ട് ദ പോസിബിലിറ്റീസ്. അവർ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സാധ്യതകളെ പറ്റി അവർ പഠനം നടത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ത്രൂ വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് ദ ഗവൺമെൻറ് ക്യാൻ ബി എഫക്റ്റീവ്ലി ട്രാൻസ്മിറ്റഡ് ടു ദ പീപ്പിൾ. ഇപ്പോൾ ഗവൺമെൻറ് ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ് പദ്ധതികൾ എഫക്റ്റീവായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നു. സോ and this institute organized a high-level seminar and lectures for deliberation over the problems concerning public relation. ഇപ്പോൾ പബ്ലിക് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അവർ സെമിനാർസ്, ലെക്ചേഴ്സും ഡെലിബറേഷനും സ്റ്റാർട്ട് ചെയ്യും.